Volvox. Volvox, division Chlorophyta, class Chlorophyceae, order Volvoceales, family Volvocaceae. Chlorophytയിൽ വരുന്ന ഫസ്റ്റ് മെമ്പറാണ് വോൾവോക്സ്. വോൾവോക്സ് ഫ്രഷ് വാട്ടർ ആയിട്ടുള്ള കുളത്തിലും പോൺസിലും ഡിച്ചസിലും ഒക്കെ കാണുന്ന ഒരു സീനോബിയർ, അതായത് കോളനി ആയിട്ട് ജീവിക്കുന്ന ഗ്രീൻ ആൽഗയാണ്. കോമൺ ഇന്ത്യൻ സ്പീഷീസ് എന്ന് പറയുന്നത് വോൾവോക്സ് ഗ്ലോബേറ്റർ, വോൾവോക്സ് ഓറിയസ്, വോൾവോക്സ് ആഫ്രിക്കാനസ് ആൻഡ് വോൾവോക്സ് prolificus, etc. ഇത് ഹോളോ സ്ഫിറിക്കൽ സീനോബിയം ആണ്, കമ്പോസ്ഡ് ഓഫ് 200 to 50,000 or more individual members. ഈ വോൾവോക്സ് കോളനിയുടെ എല്ലാ ഇൻഡിവിജ്വൽ മെമ്പേഴ്സും ഒരു ജെലാറ്റിനസ് മാട്രിക്സിൽ എംബഡ് ചെയ്തിട്ടുണ്ട്. ഇവ ഓരോന്നും മ്യൂസിലേജിനിയസ് ഷീറ്റ് വെച്ച് എൻക്ലോസ് ചെയ്തിട്ടുണ്ട്. ഈ ഓരോ സെൽസും പ്രോട്ടോപ്ലാസ്മിക് സ്ട്രാൻഡ് വെച്ച് ഇന്റർകണക്റ്റും ചെയ്തിട്ടുണ്ട്. വോൾവോക്സ് കോളനിയിലെ സെൽസ് യൂണിന്യൂക്ലിയേറ്റ് ആയിരിക്കും. ഇത് രണ്ട് ടൈപ്പ് ആയിരിക്കും, വെജിറ്റേറ്റീവ് സെൽസും റിപ്രൊഡക്റ്റീവ് സെൽസും. വെജിറ്റേറ്റീവ് സെൽസ് ആണ് ലോക്കോമോഷനും ന്യൂട്രീഷനും റിപ്രൊഡക്ഷനും ഒക്കെ റെസ്പിറേഷനും ഒക്കെ നടത്തുന്നത്. ഇത് ബൈഫ്ലജലേറ്റഡും, ഈ വെജിറ്റേറ്റീവ് സെൽസ് ബൈഫ്ലജലേറ്റഡും ക്ലോറോഫിൽ ബിയറിംഗും ആയിരിക്കും. ഓരോന്നിനും സെല്ലുലോസിക് സെൽ വോളും 2 ഫ്ലജലിയും 2 or more കോൺട്രാക്റ്റൈൽ വാക്യൂൾസും ഉണ്ടാവും. ഒരു കപ്പ് ഷേപ്ഡ് ക്ലോറോപ്ലാസ്റ്റും പൈറിനോഡ്സും ന്യൂക്ലിയസും ഉണ്ടാവും. റിപ്രൊഡക്റ്റീവ് സെൽസ് റിലേറ്റീവ്ലി ലാർജ് ആയിരിക്കും ആൻഡ് ബിക്കം നോൺ ഫ്ലജലേറ്റഡ് ഡ്യൂറിങ് റിപ്രൊഡക്ഷൻ. റിപ്രൊഡക്റ്റീവ് സെൽസ് വളരെ കുറവായിരിക്കും, 50 താഴേക്ക് ആയിരിക്കും കാണുക. ലോക്കോമോഷൻ ആൻഡ് ന്യൂട്രീഷൻ. ഈ വോൾവോക്സ് അതിന്റെ ആക്സിസിൽ റൊട്ടേറ്റ് റോൾ ചെയ്ത് വാട്ടറിൽ മൂവ് ചെയ്യാറുണ്ട്. സാധാരണ ആന്റീരിയർ എൻഡ് മുന്നോട്ട് വെച്ചിട്ട് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും ഇത് മൂവ് ചെയ്യുന്നത്. ന്യൂട്രീഷൻ ഫോട്ടോട്രോഫിക് ആണ്. എക്സസ് ആയിട്ട് വരുന്ന ഫുഡ് സ്റ്റാർച്ച് ആയിട്ട് സ്റ്റോർ ചെയ്യും. ദെൻ റിപ്രൊഡക്ഷൻ, എസെഷ്യലും സെഷ്യലും ഉണ്ടാവും. ഈ എസെഷ്യൽ റിപ്രൊഡക്ഷൻ നടക്കുന്നത് ഫേവറബിൾ കണ്ടീഷൻസിലാണ്. സോ ഫേവറബിൾ കണ്ടീഷൻസിലാണ് എസെഷ്യൽ റിപ്രൊഡക്ഷൻ നടക്കുന്നത്. ഈ സമയത്ത് പോസ്റ്റീരിയർ ഹാഫിലുള്ള കോളനി ഗ്രോ ചെയ്ത് ലാർജർ ആവും, പിന്നെ അത് റൗണ്ടഡും ആവും. ഈ ഫ്ലജലിയും ഐസ്പോർട്സും ഉണ്ടാവത്തില്ല, അതൊക്കെ ലോസ് ചെയ്യും. ഒരുപാട് പൈറിനോഡ്സും ഡെവലപ്പ് ചെയ്യും ആൻഡ് ബിക്കം ഗൊനിഡിയ. ഇവിടെ റിപ്പീറ്റഡ് ഡിവിഷൻ നടന്ന പാരന്റ് കോളനിയുടെ അകത്ത് ആയിരിക്കും ഈ ഡോട്ടർ കോളനി ഫോം ചെയ്യുന്നത്. They undergo repeated division and a cellular reorganization and give rise to daughter colonies within the parent colony. ഈ ഗോനീഡിയത്തിൽ റിപ്പീറ്റഡ് ആയിട്ട് ലോഞ്ചിറ്റ്യൂഡിനൽ ഡിവിഷൻ നടക്കും. 8 സെല്ല് സ്റ്റേജിനെ നമ്മൾ പ്ലാങ്കിയ എന്ന് പറയും, പ്ലാങ്കിയ സ്റ്റേജ് എന്ന് പറയും. പിന്നെ അത് 16 സെൽ സ്റ്റേജസ് ആവും. അപ്പോഴും ഈ സ്ഫിയറും അകത്തേക്കായിരിക്കും പുറത്തേക്കായിരിക്കും ഫേസ് ചെയ്തിട്ടുണ്ടാവാം ബൈ എ സ്മോൾ പോർ കോൾഡ് ഫിലിയ പോർ. എക്സ്റ്റീരിയറിലേക്ക് ഫേസ് ചെയ്യും ആൻഡ് കോൾഡ് ഫിലിയ പോർ. ഈ ഡോട്ടർ സീനോബിയത്തില് കണ്ടിന്യൂസ് ഡിവിഷൻസ് നടന്നുകൊണ്ടിരിക്കും. പിന്നീട് ഈ ഫിയാഫോറിൽ വെച്ചിട്ട് ഒരു ഇൻവേർഷൻ നടക്കും. ആസ് എ റിസൾട്ട് ഡോട്ടർ സീനോബിയം അറ്റൈൻ ഇറ്റ്സ് നോർമൽ ഓറിയന്റേഷൻ. ഈ സമയത്ത് തന്നെ ഫിലിയോഫോറിന്റെ ഓപ്പോസിറ്റ് എൻഡിൽ ഒരു ഇൻവാജിനേഷൻ നടക്കുന്നുണ്ട്. പിന്നീട് ഡോട്ടർ സീനോബിയം സെപ്പറേറ്റ് ചെയ്ത് ഓരോന്നും മ്യൂസിലീജിനിയസ് ഷീത്ത് ഫോം ചെയ്യും. ഓവറോൾ ഡോട്ടർ കോളനി ഒരു മ്യൂസിലീജിനസ് കവർ വെച്ചിട്ടും ഫോം ചെയ്യും. അപ്പം ആ കോളനി കംപ്ലീറ്റ് ആയിട്ടും
ഓരോ ഡോട്ടർ കോളനീസും മിസ്ലേജിയസ് വെച്ചിട്ട് കവർ ചെയ്യാം. They are set free with the death and disintegration of parent colony. They are set free with the death and disintegration of the parent colony or by its accidental breakdown. Disintegrate ചെയ്യുന്നതോട് കൂടിയിട്ട് ഈ ഡോട്ടർ കോളനി ഫ്രീ ആവും. സംടൈംസ് ഇത് ലോങ് പീരീഡ് വരെ റിലീസ് ചെയ്യാതെ നിൽക്കും. ആസ് എ റിസൾട്ട് 2 to 4 generation of daughter colonies remains imprisoned within the same parent colony. ഇതാണ് ഗോനേഡിയം. 4 cell stage, 8 cell stage, ഇൻവാജിനേഷൻ നടക്കുന്നു, ഇൻവേർഷൻ നടക്കുന്നു. ഇതാണ് അപ്പോർ, പീരിയോഫോർ. Then sexual reproduction in volvox ആണ്. Then sexual reproduction. Volvox ന്റെ sexual reproduction advanced type of oogomy ആണ്. It involves formation of unicellular gametangia. Male gametangia antheridia എന്നും അല്ലെങ്കിൽ ആന്ത്രോഗോണിഡിയ എന്നും ഫീമെയിൽ gametangia oogonia എന്നും അല്ലെങ്കിൽ ഗൈനോഗോണിഡിയ എന്നും പറയും. ചില സ്പീഷീസ് മോണീഷ്യസ് ആയിരിക്കും വിത്ത് ആന്ത്രീഡിയ ആൻഡ് oogonia in the same colony. An example ആണ് വോൾവോക്സ് ഓറിയസ് എന്ന് പറയുന്നത്. അതേഴ്സ് ഡൈഷ്യസ് ആയിരിക്കും, സെപ്പറേറ്റ് ആയിരിക്കും. അതിന് വോൾവോക്സ് ഗ്ലോബേറ്റർ ആണ് അതിന് എക്സാമ്പിൾ പറയുന്നത്. ഈ ഗാമറ്റാൻജിയ ആകാൻ പോകുന്ന ബൈഫ്ലജലേറ്റഡ് സെൽസിനെ ഗാമോൺസ് എന്ന് പറയും. GAMONTS, ഗാമോൺസ്. They are very few in number and are located in the posterior part of the colony. So posterior പാർട്ടിലായിരിക്കും അത് കാണുന്നത്. ഗാമറ്റാൻജിയയുടെ ഫോർമേഷന്റെ സമയത്ത് ഈ ഫ്ലജല്ല എല്ലാം കളഞ്ഞ് എൻലാർജ് ആൻഡ് റൗണ്ടഡ് ആകും. ഗാമോൺസ് 2 ടൈപ്പ് ഉണ്ട്, മൈക്രോ ഗാമോൺസും മാക്രോ ഗാമോൺസും. ഈ മൈക്രോ ഗാമോൺസ് ആന്ത്രീഡിയ ആയിട്ട് മാറും, മാക്രോ ഗാമോൺസ് oogonia ആയിട്ട് മാറും. ഫോർമേഷൻ ഓഫ് ഫീമെയിൽ ഗാമേറ്റ്സ്. ഈ സമയത്ത് ഗോണീഡിയൽ സെൽസ്, അതായത് ഈ ഫോർമേഷന്റെ സമയത്ത് ഗോണീഡിയൽ സെൽസ് കോളനിയുടെ ഇന്റീരിയർ പോർഷനിലേക്ക് പുഷ് ചെയ്യപ്പെടും. ഇത് റിസർവ് ഫുഡ് ഒക്കെ ഉപയോഗിച്ചിട്ട് ലാർജ് സൈസ് ആവും. അതിന്റെ ക്ലോറോപ്ലാസ്റ്റും ന്യൂക്ലിയസും എൻലാർജ് ചെയ്യും. ഫ്ലജല്ല, ഐസ്പോട്ട് ഒക്കെ കളയും, ഇതൊക്കെ ലോസ് ചെയ്യും. ആൻഡ് oogonia കംപ്ലീറ്റ് പ്രോട്ടോപ്ലാസോ എഗ് അല്ലെങ്കിൽ ഓസ്ഫിയർ ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യപ്പെടും. എഗ്ഗിന് മെയിൽ ഗാമേറ്റിനെ റിസീവ് ചെയ്യാനായിട്ട് ഒരു റിസപ്റ്റീവ് സ്പോട്ടും ഉണ്ടാവും. എഗ് ഹാസ് എ റിസപ്റ്റീവ് സ്പോട്ട് ടു റിസീവ് ദ മെയിൽ ഗാമേറ്റ്. ദെൻ ഫോർമേഷൻ ഓഫ് മെയിൽ ഗാമേറ്റ്. ഈ വോൾവോക്സ് കോളനിയുടെ കുറച്ച് സെൽസ് മാത്രമേ ഈ ആന്ത്രീഡിയ ആയിട്ട് മാറത്തുള്ളൂ. ഈ സെൽസ് ഫ്ലജല്ലയൊക്കെ വിഡ്രോ ചെയ്ത് പ്രോട്ടോപ്ലാസ്റ്റ് റൗണ്ട് ഓഫ് ചെയ്യും. ആൻഡ് ദ ഹോൾ സെൽ എൻലാർജ് ചെയ്തിട്ട് ആൻഡ്രോഗോണിയോ ആയിട്ട് മാറും. ഈ ഗോണീഡിയത്തിന്റെ പ്രോട്ടോപ്ലാസ്റ്റ് ഡിവൈഡ് ചെയ്ത് 16 മുതൽ 512 പ്രോട്ടോപ്ലാസ്റ്റ് ആയിട്ട് മാറും. സെൽസ് ഫസ്റ്റ് പ്ലാങ്കിയ ആയിട്ട് അറേഞ്ച് ചെയ്യും. ലോഞ്ചിറ്റ്യൂഡിനൽ ഡിവിഷൻ നടന്നിട്ട് പ്ലാങ്കിയ ആയിട്ട് അറേഞ്ച് ചെയ്യും. പിന്നീട് സ്ഫിയർ ആവും. ഈ ഹോൾ സ്ട്രക്ചറും 2 ലെയർ വെച്ചിട്ട് സറൗണ്ട് ചെയ്യപ്പെടും. 2 മെംബ്രെയിൻ വെച്ചിട്ട് സറൗണ്ട് ചെയ്യപ്പെടും. പ്രോട്ടോപ്ലാസ്റ്റ് ഇൻവാജിനേഷൻസ് നടന്ന് സെൽ വോള്, ഫ്ലജല്ല ഒക്കെ ഫോം ചെയ്യും. ഗാമീറ്റിന് വാക്യൂൾ ഉണ്ടാവും, ഐസ്പോട്ട്, ന്യൂക്ലിയസ്, മൈറ്റോകോൺട്രിയ, ഗോൾഗി ബോഡീസ്, ക്ലോറോപ്ലാസ്റ്റ് ഒക്കെ ഉണ്ടാവും. മെയിൽ ഗാമീറ്റ്സ് ഓഫ് ആന്ത്രോസോയിഡ്സിൽ ചില കേസസിൽ ഈ ആന്ത്രോസോയിഡ്സ് ബൗൾ ഷേപ്ഡ് പ്ലേറ്റ് ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്യുന്നത്. മെച്യൂർ ആകുമ്പോഴത്തേക്ക് ഈ ആന്ത്രോസോയിഡ്സ് പ്ലേറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഈ സ്പിയറിൽ നിന്നോ ഡിസോസിയേറ്റ് ചെയ്യപ്പെടും. ആൻഡ് റിലീസ്ഡ് ആന്ത്രോസോയിഡ്സ് വാട്ടറിൽ കുറച്ചു നേരം സ്വിം ചെയ്യും,
പിന്നെ ഓവയായിട്ട് ഫെർട്ടിലൈസേഷൻ നടത്തും. Reaching the proximity of the mature egg, the anthrozoids of the group separate out from each other and actively swim about for gaining access to the ova for fertilization. The fertilization and the zygospore formation. The fertilization internal ആണ്. ഫെർട്ടിലൈസേഷന്റെ സമയത്ത് ആക്റ്റീവ് ആയിട്ടുള്ള സ്വിമ്മിങ് ആന്ത്രോസോയിഡ്സ് സ്റ്റേഷനറി ആയിട്ടുള്ള എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്ത് ഡിപ്ലോയിഡ് സൈഗോട്ട് ഫോം ചെയ്യും. ഷോർട്ട്ലി ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ ഉടനെ 3 ലെയർ സ്മൂത്ത് അല്ലെങ്കിൽ സ്പൈനി ആയിട്ടുള്ള വോള് സെക്രീറ്റ് ചെയ്യും ആൻഡ് ബിക്കം ആൻ oosphere ഓർ സൈഗോസ്പോർ. ഈ 3 ലെയേഴ്സ് എന്ന് പറയുന്നത് ഔട്ടർ എക്സോസ്പോർ, മിഡിൽ മീസോസ്പോർ ആൻഡ് ഇന്നർ എൻഡോസ്പോർ. ഇത് അൺഫേവറബിൾ കണ്ടീഷൻസ് വരുമ്പോഴത്തേക്ക് റെസ്റ്റിംഗ് സ്പോർ ആയിട്ട് റിമെയിൻ ചെയ്യും. ഈ സൈഗോസ്പോർസ് അൺഫേവറബിൾ കണ്ടീഷൻസ് വരുമ്പോൾ റെസ്റ്റിംഗ് സ്പോർ ആയിട്ട് റിമെയിൻ ചെയ്യും. ഈ സമയത്ത് ഹിമാറ്റോക്രോം എന്ന് പറയുന്ന ഹിമാറ്റോക്രോം സിന്തസൈസ് ചെയ്ത് ഓറഞ്ച് റെഡ് ആയിട്ട് ഇരിക്കും. പാരന്റ് കോളനിയുടെ ഡെത്തോടെ ഈ oospore ഫ്രീ ആവും. The oospore is set free by the death and disintegration of the parent colony. ഇനി ജെർമിനേഷൻ ഓഫ് സൈഗോസ്പോർസ്. ഈ ഫേവറബിൾ കണ്ടീഷൻസ് വരുമ്പോൾ ഇത് ജെർമിനേറ്റ് ചെയ്യും. ഈ oospore ജെർമിനേറ്റ് ചെയ്യും. ഈ ന്യൂക്ലിയസ് മിയോട്ടിക്കലി ഡിവൈഡ് ചെയ്ത് 4 ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ആയിട്ട് ഫോം ചെയ്യും. ഈ എക്സോസ്പോറും മീസോസ്പോറും ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് എൻഡോസ്പോർ ഒരു ചെറിയ വെസിക്കിൾ ആയിട്ട് പുറത്തേക്ക് വരും. ഈ ഡിവൈഡ് ചെയ്ത് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഈ വെസിക്കിളിലേക്ക് മൂവ് ചെയ്യും. ഈ 4 ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ആയിട്ട് ഫോം ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. ചിലപ്പോൾ 3 എണ്ണം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോവാം, ഒരെണ്ണം മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഈ ഹാപ്ലോയിഡ് ന്യൂക്ലിയ ഈ വെസിക്കിളിലേക്ക് മൂവ് ചെയ്യും. Eventually develop to a biflagellated meiospore. ഇത് മിയോട്ടിക്കലി പിന്നെ ഡിവിഷൻ ആണ് നടക്കുന്നത്. മൈറ്റോട്ടിക് ഡിവിഷൻ, മിയോട്ടിക് ഡിവിഷൻ അല്ല, മൈറ്റോട്ടിക് ഡിവിഷൻസ് ആണ് പിന്നെ നടക്കുന്നത്. സോ മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്ത് പുതിയ ഒരു കോളനി ആയിട്ട് മാറും. ഇതാണ് സൂസ്പോർ. Oospore and oospore ആണ് 2-celled stage, then 4-celled stage germination of oospore. Meiospore only rarely escape from the vesicle. It undergo repeated mitotic division and form a hollow sphere of cell. This sphere undergo invagination and develop into a new colony. Then in the life cycle, asexual reproduction, gonidia form ചെയ്യും, daughter colony form ചെയ്യും. Then volvox colony sexual reproduction ആണെങ്കിൽ ആന്ത്രിഡിയ oogonia, spermatozoid or egg. Then combine ചെയ്ത് സൈഗോട്ട് oospore ഫോം ചെയ്യും. Then meiosis നടന്ന് ഹാപ്ലോയിഡ് ആയിട്ടുള്ള daughter colonies ഫോം ചെയ്യും. ഇത്രയുള്ളൂ volvox.